ഞാനിവിടെ ബ്രാഹ്മിൺസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് ബ്രാഹ്മിൺസിൻ്റെ അരിപ്പൊടി എടുത്ത് അതിനകത്തുനിന്ന് 1/2 കപ്പ് എടുത്ത് ഒരു പാനകത്തോട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് കപ്പി കാച്ചി എടുക്കുക കേട്ടോ. ഒന്ന് കുറുക്കിയെടുക്കുക. ചെറു തീയിലിട്ടിട്ട് വേണം കുറുക്കിയെടുക്കാൻ. അതങ്ങോട്ട് തണുക്കാൻ മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാവേ. പിന്നെ ഒരു 5 ഏലയ്ക്ക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ നേരത്തെ കപ്പി കാച്ചി വെച്ചത് തണുത്തത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പൊടിയും പിന്നെ ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും പിന്നെ ആവശ്യത്തിന് മധുരവും പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ച് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെക്കാം. ഇതൊരു 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പൊങ്ങി വന്നോളും. തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു 4 മണിക്കൂർ, എനിക്കിവിടെ 4.5 മണിക്കൂർ എടുത്ത് കേട്ടോ അതൊന്ന് പൊങ്ങി വരാനായിട്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് ഒന്ന് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചൊന്ന് സ്റ്റീം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചൂടോട് കൂടി എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ